ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി സോംബി സ്റ്റോറിയാണ്. കഥ അവസാനം വരെ കാണുക, കാരണം അവസാനമാവുമ്പോൾ നിങ്ങളുടെ തന്നെ കിളി പാറും. നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അന്ന. അന്ന ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. രാത്രിയാണ് ജോലി കഴിഞ്ഞു പകലായപ്പോൾ പുള്ളിക്കാരി തന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ദിവസം അന്ന ഹോസ്പിറ്റലിൽ നിന്ന് ചില ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഒരു വൈറസിനെ കുറിച്ച് പറയുന്നത് കേട്ടിരുന്നു. വീട്ടിലേക്ക് പോകുന്ന സമയം തന്റെ കാറിലെ റേഡിയോയിലും ഈ വാർത്ത അന്ന കേൾക്കുന്നുണ്ട്. എന്നാൽ പുള്ളിക്കാരി അതൊന്നും കാര്യമാക്കി എടുത്തിട്ടില്ല. ഭർത്താവും ഒരു മകളും അടങ്ങുന്ന ഒരു കൊച്ചു സന്തുഷ്ട കുടുംബമാണ് അന്നയുടേത്. ലൂയിസ് എന്ന ഇദ്ദേഹമാണ് അന്നയുടെ ഭർത്താവ്. വീട്ടിൽ എത്തിയതിനു ശേഷം തന്റെ ജോലി സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ അന്ന ഭർത്താവുമായി പങ്കുവെക്കുകയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണം പിടിച്ച് അന്ന ഭർത്താവിനോട് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. ആ സമയമാണ് അവരുടെ റൂമിലേക്ക് കതക് തുറന്ന് അവരുടെ മകൾ വന്നത്. വിവിയാൻ എന്നാണ് അവരുടെ മകളുടെ പേര്. മകൾ കതക് തുറന്നിട്ട് അവിടെ തന്നെ ദാ സ്റ്റക്കായി നിൽക്കുകയാണ്. മോളെ, നീ ഓക്കെ അല്ലേ എന്ന് ലൂയിസ് ചോദിച്ചപ്പോൾ ലൂയിസ് കാണുന്നത് മകളുടെ മുഖത്തൊക്കെ മുറിഞ്ഞ് രക്തം വരുന്നതാണ്. മോളെ, നിനക്ക് എന്താ ആയത് എന്ന് ചോദിച്ച് മകളുടെ അടുത്തേക്ക് ലൂയിസ് ചെന്നപ്പോൾ മകൾ അച്ഛന്റെ കഴുത്ത് കടിച്ച് പറിച്ചെടുത്തു. അത് കണ്ട് ഉടനെ അന്ന മകളെ പിടിച്ചു മാറ്റി. അതിനുശേഷം മകൾ അന്നയെ ചാടി വന്ന് ആക്രമിക്കാനായി വരികയാണ്. എന്നാൽ അന്ന പെട്ടെന്ന് തന്നെ കതകടച്ചു. അതിനുശേഷം അന്ന പരിക്കേറ്റ ഭർത്താവിനെ രക്ഷപ്പെടുത്താനായി നോക്കുകയാണ്. ഹോസ്പിറ്റലിലേക്കൊക്കെ കോൾ ചെയ്തപ്പോൾ കോൾ ഒന്നും പോകുന്നില്ല, എല്ലാം ബിസിയാണ്. പെട്ടെന്ന് അന്ന തിരിഞ്ഞു നോക്കിയപ്പോൾ ദാ ലൂയിസ് എഴുന്നേറ്റു. എന്നിട്ട് ലൂയിസ് അന്നയെ അറ്റാക്ക് ചെയ്യാനായി വരികയാണ്. എന്നാൽ ലൂയിസിന്റെ അടുത്തുനിന്ന് അന്ന രക്ഷപ്പെട്ട് ടോയ്ലറ്റിൽ കയറി കതകടച്ചു. എന്നിട്ട് കുറെ നേരം പുള്ളിക്കാരി അനങ്ങാതെ ടോയ്ലറ്റിൽ നിന്നു. എന്നിട്ട് കതകിന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞുകൊണ്ട് ലൂയിസ്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോ ദാ പെട്ടെന്ന് ലൂയിസ് കതക് തകർത്ത് ടോയ്ലറ്റിൽ കയറി അന്നയെ അറ്റാക്ക് ചെയ്യാനായി വീണ്ടും വന്നു. അന്ന എന്നാൽ ടോയ്ലറ്റിലെ ജനാല തുറന്ന് പുറത്തിറങ്ങി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വീട്ടിന്റെ പുറത്തിറങ്ങിയപ്പോൾ അന്ന കാണുന്നത് നാട് ആകെ നാശമായതാണ്. അതായത് തന്റെ അയൽക്കാരുടെ വീടൊക്കെ കത്തുന്നു. ആംബുലൻസ് ഒക്കെ കൺട്രോൾ ഇല്ലാതെ ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തി പോകുന്നു. അന്നക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോ ദാ ടോയ്ലറ്റിലെ ജനാലിലെ കൂടി ലൂയിസ് പുറത്തു വന്നു. എന്നാൽ അന്ന പെട്ടെന്ന് തന്നെ കാറിൽ കയറി കാറും എടുത്ത് അവിടുന്ന് സ്ഥലം വിട്ടു. അന്ന കാർ ഓടിച്ചു പോകുമ്പോൾ കാണുന്ന കാഴ്ചയൊക്കെ വളരെ ദയനീയമാണ്. കാറുകളൊക്കെ കൺട്രോൾ വിട്ട് ആക്സിഡന്റ് ആയി വീടുകളിൽ ഇടിച്ചു കയറി വീടുകളൊക്കെ കത്തി നശിക്കുന്നു. ഒരു സ്കൂൾ ബസ്സിലെ കുട്ടികൾ എല്ലാവരും അപ്പുറവും ഇപ്പുറവുമായി ക്രൂരമായി കടിച്ച് അവരൊക്കെ സോംബികളായി മാറുന്നു. സോ ഇതൊക്കെ കണ്ട് അന്ന സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴാണ് ഒരുത്തൻ പെട്ടെന്ന് അന്നയുടെ കാറ് മോഷ്ടിച്ച് രക്ഷപ്പെടാനായി നോക്കിയത്. എന്നാൽ അന്ന പെട്ടെന്ന് കാറ് മുന്നോട്ട് എടുത്തെങ്കിലും അന്നയുടെ കൺട്രോൾ വിട്ട് കാറ് താഴ്ചയിൽ പോയി ഒരു മരത്തിൽ ഇടിച്ചു നിന്നു. സോ മച്ചാന്മാരെ, ഇവിടെയാണ് 2004 പുറത്തിറങ്ങിയ ഡോൺ ഓഫ് ദി ഡെഡ് എന്ന സിനിമ ആരംഭിക്കുന്നത്. മരത്തിൽ കാർ ഇടിച്ചതിനു ശേഷം അന്ന കാറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ദാ ഒരു പോലീസുകാരൻ അന്നയുടെ തലയിൽ തോക്കും ചൂടി നിൽക്കുന്നു. സോ ഇദ്ദേഹത്തിന്റെ പേരാണ് കെൻ. കെന്ന് അന്നയോട് എന്തെങ്കിലും പറയാനായി പറഞ്ഞു. പ്ലീസ് എന്നെ കൊല്ലരുത് എന്ന് അന്ന പറഞ്ഞു. അങ്ങനെ കെന്നിന് മനസ്സിലായി അന്ന സോംബി അല്ല, സാധാരണ മനുഷ്യനാണ് എന്ന്. ശേഷം കെന്ന് തോക്കുമായി നടന്നു പോകുമ്പോൾ അന്നയും കെന്നിന്റെ പിന്നാലെ പോവുകയാണ്. ആ സമയമാണ് പെട്ടെന്ന് ആരോ കെന്നിന്റെ നേർക്ക് വെടിവെച്ചത്. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ബുള്ളറ്റ് കെന്നിന്റെ ദേഹത്തൊന്നുമല്ല കൊണ്ടത്. സോ അവർക്കും മനസ്സിലായി ഇവര് സോംബീസ് അല്ല, മനുഷ്യരാണ് എന്ന്. അപ്പൊ ഇദ്ദേഹമാണ് ആൻഡ്രൂ. റഷ്യക്കാരിയായ ഈ സ്ത്രീയാണ് ലൂഡ, ആൻഡ്രൂവിന്റെ ഭാര്യയാണ്. ആൻഡ് പുള്ളിക്കാരി ഗർഭിണി കൂടിയാണ്. ഇത് മൈക്കിൾ. കെൻ അവരോട് പറയാണ്, ഞാൻ ഫോർട്ട് പാസ്റ്ററിലേക്കാണ് പോകുന്നത്. അപ്പൊ അവര് പറയാണ്, ഓഫീസർ, അവിടെയൊന്നും പോകാൻ കഴിയില്ല, അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു മാളിലേക്കാണ് പോകുന്നത്. മാളിന്റെ അകത്ത് കയറിയാൽ പിന്നെ സേഫ് ആവാം എന്ന് കെന്നിനോട് മൈക്കിൾ പറയാണ്. അങ്ങനെ അവര് 5 പേരും മാളിലേക്ക് പോവുകയാണ്. അപ്പോൾ ലോക്ക് ചെയ്ത ഈ മാള് അവര് പുറത്തുനിന്ന് കുത്തി തുറക്കാനായി ശ്രമിക്കുമ്പോൾ ദാണ്ട കുറച്ച് സോംബീസ് അവരെ 5 പേര് ആക്രമിക്കാനായി വരുന്നു. എന്നാൽ മൈക്കിൾ പെട്ടെന്ന് കതക് കുത്തി തുറക്കുകയും കെന്നും ആൻഡ്രിയും ആ സോംബീസിനൊക്കെ വെടിവെച്ച് അവര് പെട്ടെന്ന് മാളിന്റെ അകത്ത് കയറി കതക് അടച്ചു. ഒരു സോംബി അകത്തേക്ക് കയറാനായി ശ്രമിച്ചെങ്കിലും കെൻ അതിനെ അടിച്ച് പുറത്താക്കി കതക് ലോക്ക് ചെയ്തിട്ടുണ്ട്. മാളിൽ കയറിയതിനു ശേഷം അവർ അവരുടെ ടെലിഫോൺസ് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കി. എന്നാൽ അതൊന്നും വർക്ക് ആവുന്നില്ലായിരുന്നു. തോക്കും പിടിച്ച് അവർ 5 പേരും ശ്രദ്ധയോടെ ആ മാളിലെ നടക്കുകയാണ്. കാരണം അവർക്കറിയത്തില്ല സോംബീസ് മാളിന്റെ അകത്ത് കയറി കൂടിയിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ അവർ അത്രത്തോളം ശ്രദ്ധിക്കണം. സോ അവര് മാളിൽ സേഫായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. പക്ഷെ മാളിലാണെങ്കിൽ ഒരുപാട് എൻട്രൻസ് ഉണ്ട്. അതൊക്കെ ലോക്ക് ആണോ എന്ന് അവർക്ക് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ സോംബീസ് മാളിന്റെ അകത്ത് പ്രവേശിക്കും.
പ്രവേശിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇവർക്ക് ഒരു രക്ഷയുമില്ല. അതിനായി ആൻഡ്രൂയും മൈക്കിളും മാളിലെ എല്ലാ ഡോർസും ലോക്ക് ആണോ എന്ന് നോക്കാനായി പോയി. രണ്ട് സ്ത്രീകളുടെ കൂടെ കെന്ന് പ്രൊട്ടക്ഷനായി നിൽക്കുന്നുണ്ട്. സോ മൈക്കിൾ പെട്ടെന്ന് അവിടെയുള്ള ഒരു ടോയ്ലറ്റിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു. മൈക്കിൾ കതക് തുറന്നപ്പോൾ ആ ടോയ്ലറ്റിന്റെ അകത്ത് രണ്ട് സോംബീസ് ഉണ്ട്. പെട്ടെന്ന് ചാടി വന്ന് മൈക്കിളിനെ ആക്രമിക്കുകയാണ്. എന്നാൽ ഭാഗ്യത്തിന് ആ സോംബീസ് മൈക്കിളിനെ കടിച്ചിട്ടൊന്നുമില്ല. അതിനു മുൻപായിട്ട് മൈക്കിൾ അവിടെയുള്ള ഒരു മൂർച്ചയുള്ള മെറ്റൽ ഉപയോഗിച്ച് ആ സോംബിയുടെ കഴുത്തിലെ കുത്തിയിറക്കി സോംബിയെ കൊന്നു. അപ്പോ ഈ ശബ്ദം കേട്ട് കെന്ന് തോക്കുമായി അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ വേറൊരു സോംബി കൂടി വന്നത്. ആ മാളിലെ സെക്യൂരിറ്റിയായി ജോലി ചെയ്ത ഇദ്ദേഹം സോംബിയായി മാറിയിട്ടുണ്ട്. ആൻഡ് ആ സോംബി ലൂഡയുടെ കൈ പിടിച്ച് കടിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ കെന്നാണ് സോംബിയെ പിടിച്ച് ഇടിച്ചിടുകയും കെന്നിന്റെ കയ്യിൽ നിന്ന് തോക്ക് തെറിച്ച് വീണുപോയിട്ടുമുണ്ടായിരുന്നു. ഈ സോംബി കെന്നിനെ ആക്രമിക്കാനായി നോക്കുമ്പോൾ അന്ന കെന്നിന്റെ തോക്ക് നിലത്തുനിന്ന് എടുത്ത് ആ സോംബിയെ വെടിവെച്ച് വീഴ്ത്തുകയാണ്. സോ ഇവർക്ക് 5 പേർക്കും മനസ്സിലായി അവര് ഈ ഫ്ലോറിൽ സേഫ് അല്ല, കാരണം ഇനിയും ഇവിടെ വേറെ സോംബികൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ അവർക്ക് ഈ മാളിലെ വേറെ ഏതെങ്കിലും ഫ്ലോറിലേക്ക് പോകണം, എന്നിട്ട് അവിടെ സേഫ് ആണോ എന്ന് നോക്കണം. അങ്ങനെ അവര് ലിഫ്റ്റ് കയറി മുകളിലത്തെ ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ 3 സെക്യൂരിറ്റീസ് ഉണ്ട്. സോ ഈ പോലെ മീശയുള്ള മച്ചാന്റെ പേരാണ് CJ. ഇത് ബാർട്ട്. CJയും ബാർട്ടും അവർക്ക് നേരെ തോക്ക് ചൂണ്ടി അവരെ ഈ ഫ്ലോറിലേക്ക് വരാനായി അനുവദിക്കുന്നില്ല. എന്നാൽ ടെറി എന്ന ഇദ്ദേഹം CJയോട് പറയാണ്, സാരമില്ല, അവര് വന്നോട്ടെ, അവര് ഇൻഫെക്റ്റഡ് ഒന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള തോക്കുകളൊക്കെ എനിക്ക് തന്നാലേ ഞാൻ നിങ്ങളെ ഈ ഫ്ലോറിലേക്ക് അനുവദിക്കാമെന്ന് CJ അണ്ണൻ പറയാണ്. അങ്ങനെ അവരും ആ ഫ്ലോറിലെത്തി. സോ ഗൈസ്, ഈ ഫ്ലോർ സേഫ് ആണ്. ഇവിടെ ഒരു സോംബിയും വരാനായി പോകുന്നില്ല, കാരണം ഇത്രയും നേരം CJ അത്രയും സേഫ് ആയിട്ടാണ് ഈ ഫ്ലോർ നോക്കിയത്. അതുകൊണ്ട് തന്നെയാണ് CJക്ക് ഈ 5 പേരെ ഈ ഫ്ലോറിലേക്ക് പ്രവേശിപ്പിക്കാൻ ആദ്യമൊക്കെ താല്പര്യമില്ലാത്തത്. അവിടുന്ന് അവര് TV കാണുമ്പോഴാണ് അവർക്ക് ഈ സംഭവത്തെ കുറിച്ചൊക്കെ കുറച്ചെങ്കിലും ഐഡിയ കിട്ടിയത്. സോ അതിൽ TVയിൽ ഒരു ഇന്റർവ്യൂല് ഒരു ഡോക്ടർ പറയാണ്, സോംബീസ് ആയ മനുഷ്യരെ എങ്ങനെയും രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് അവരുടെ തലക്ക് വെടിവെച്ച് അവരെ കൊല്ലുക എന്നത് മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു രക്ഷയുമില്ല. സോംബീസ് ആയി മാറിയ ആരായാലും, അതിപ്പോ നിങ്ങളുടെ ഭാര്യ ആവട്ടെ, ഭർത്താവ് ആവട്ടെ, അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, അല്ല സ്വന്തം കുട്ടികളാവട്ടെ, ആരായാലും സോംബീസ് ആയാലും ഒന്നും നോക്കേണ്ട, തലക്ക് തന്നെ വെടിവെച്ച് കൊന്നു കളഞ്ഞേക്ക് എന്നൊക്കെയാണ് TVയിൽ ഇദ്ദേഹം പറയുന്നത്. സോ ആൻഡ്രൂ തന്റെ ഗർഭിണിയായ ഭാര്യയെ കൂട്ടി ടോയ്ലറ്റിലേക്ക് പോയി. അപ്പോൾ ലൂഡയുടെ കയ്യിൽ മുറിവ് കാണും. അതായത് നേരത്തെ ലൂഡയെ സോംബി അറ്റാക്ക് ചെയ്തിരുന്നു. മാത്രമല്ല ചെറുതായി ലൂഡയുടെ കയ്യിൽ കടിയുമേറ്റിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രൂ ലൂഡയോട് പറയാണ്, പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ഇത് ചെറിയ ഒരു മുറിവാണ്, ഇത് ഫസ്റ്റ് എയ്ഡ് വെച്ചാൽ ശരിയാവും എന്നൊക്കെ ആൻഡ്രൂ തന്റെ ഭാര്യയോട് പറയാണ്. ഭർത്താവിനെയും മകളെയൊക്കെ നഷ്ടപ്പെട്ട അന്ന ഒരു മുറിയിൽ കയറി സങ്കടത്തോടെ പൊട്ടിക്കരയുകയാണ്. മൈക്കൽ CJയോട് ചോദിക്കാണ്, CJ, നമ്മൾ ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കണം. അതിനായി ഞങ്ങൾ ഇതിന്റെ അകത്ത് ജീവനോടെ ഉണ്ട് എന്ന് പുറത്തുള്ള റെസ്ക്യൂ ടീമിനെ അറിയിക്കണം. ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് പറക്കുന്നുണ്ട്, അവരെ കാര്യങ്ങൾ അറിയിക്കാനായി റൂഫ് ടോപ്പിൽ പോയി പെയിന്റ് ചെയ്യണം എന്നൊക്കെ മൈക്കൽ CJയോട് പറയാണ്. അങ്ങനെ അവര് റൂഫ് ടോപ്പിൽ പോയിട്ട് അവിടെ നിലത്ത് പെയിന്റ് ചെയ്യുകയാണ്. അതായത് ഹെൽപ്പ് എന്നൊക്കെ അവര് റൂഫ് ടോപ്പിന്റെ മുകളിൽ പെയിന്റ് ചെയ്യുകയാണ്. ഗൈസ്, പിന്നെ പുറത്ത് നോക്കി ഒരുപാട് സോംബീസിനെ കാണാം. ഇതൊക്കെ കണ്ട് ഇവര് തന്നെ ഷോക്കായി, കാരണം ആ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇപ്പോൾ സോംബീസ് ആയിട്ടുണ്ട്. ഒരു സോംബി ഒരു സാധാരണ മനുഷ്യനെ ജസ്റ്റ് കടിച്ചാൽ മതി, അപ്പോൾ ആ സാധാരണ മനുഷ്യരും സോംബിയായി മാറുന്നതാണ്. സോ അവരുടെ കയ്യിൽ ഒരു ബൈനോക്കുലർ ഉണ്ട്. അത് വെച്ച് അവര് നോക്കുന്ന സമയം അവിടെ കുറച്ച് ദൂരെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലും ഒരു സാധാരണ മനുഷ്യനുണ്ട്. ആൻഡി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. തന്റെ സ്വന്തം ഗൺ ഷോപ്പിന്റെ മുകളിലാണുള്ളത്. അതായത് ആൻഡി തോക്കുകളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനാണ്. ആൻഡി ഞാൻ ഒറ്റക്കാണ് എന്ന് ഒരു ബോർഡിൽ എഴുതി ഇവരെ അറിയിച്ചു. ആ സമയമാണ് ആൻഡി എന്തോ ചൂണ്ടിക്കാണിച്ചത്. അത് വേറൊന്നുമല്ല, ഹെലികോപ്റ്റർ ആണ്. ഹെലികോപ്റ്റർ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി. ഇവര് വിചാരിച്ച ഹെലികോപ്റ്റർ വന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുപോകുമെന്ന്. എന്നാൽ ഹെലികോപ്റ്റർ അവരെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. സോ മാളിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടോ, അവര് അലൈവ് ഇൻസൈഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഒരുപാട് സോംബീസ് മാളിലേക്ക് കയറാനായും നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എങ്ങനെയും അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല, കാരണം എല്ലാം അവരെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ TVയിൽ ഒരു പ്രഭാഷകന്റെ ഇന്റർവ്യൂ കാണാം. അതിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യർ ഈ ഭൂമിയിൽ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. മനുഷ്യരുടെ ക്രൂരതകൾ കൂടി വന്നത് കാരണം നരകത്തിൽ പോലും സ്ഥലം ഇല്ലാതെയായി. നരകത്തിൽ സ്ഥലം ഇല്ലാതെ വന്നപ്പോൾ ഈ ക്രൂരമായ മനുഷ്യരെ എവിടെയാണ് ഇടുക? നരകത്തിൽ സ്ഥലമില്ലെങ്കിൽ ഭൂമി തന്നെ ദൈവം നരകമാക്കും. അപ്പോൾ അതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്നൊക്കെയാണ് ഈ മതപ്രഭാഷകൻ TVയിൽ പറയുന്നത്. ഇവിടെ ആൻഡ്രൂയും കെന്നും തനിച്ചുള്ളപ്പോൾ ആൻഡ്രൂ കെന്നിനോട് പറയണം, എന്റെ ലോകം എന്റെ ഭാര്യയാണ്, അവളുടെ
വയറ്റിലുള്ള കുട്ടിയാണ്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഞാൻ മരിച്ചാൽ അതിന്റെയൊക്കെ ശിക്ഷ ഞാൻ ഉറപ്പായും അനുഭവിക്കും. എന്നാൽ ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്ക് എന്റെ കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണം. അതാണ് എന്റെ ലക്ഷ്യം, അതാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ കെന്നിനോട് ആൻഡ്രൂ പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ട്രക്ക് അവരുടെ മാളിലേക്ക് ഇടിച്ച് കയറി വരുന്നത് കാണാം. ആൻഡ് ആ ട്രക്കിലുള്ളതൊക്കെ നോർമൽ മനുഷ്യരാണ്. സോ അവര് പുറത്തൊരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് മാളിലേക്ക് കയറ്റണം. അപ്പൊ അന്നയും ലൂഡയും പുറത്ത് ഒരു ബോർഡ് പിടിച്ചിട്ട് ആ ട്രക്ക് ഓടിക്കുന്ന ആൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത് വഴി കയറാനായി പറഞ്ഞിട്ട്. അപ്പൊ അവരെ അകത്തേക്ക് കയറ്റണമെങ്കിൽ എന്തായാലും ഡോർ തുറക്കണം. സോ മൈക്കിളും ആൻഡ്രൂയും ഡോർ തുറന്ന് സോംബീസിനൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. ആ സമയം ആ ട്രക്കിൽ വന്ന ആൾക്കാരൊക്കെ മാളിന്റെ അകത്ത് കയറി. മൈക്കിളും ആൻഡ്രൂയും അകത്ത് സേഫായി കയറി ഡോർ വീണ്ടും അടച്ച് ലോക്ക് ചെയ്തു. സോ ഇവരെയൊക്കെ അവര് നന്നായി നോക്കുന്നുണ്ട്. അവർക്ക് വെള്ളവും ഭക്ഷണവും ഒക്കെ അവര് എടുത്തു കൊടുത്തു. മാളിലാണല്ലോ ഉള്ളത്, അപ്പൊ അവിടെയുള്ള കടകളൊക്കെ തുറന്നാണ് അവര് ഭക്ഷണവും വെള്ളവും ഒക്കെ എടുക്കുന്നത്. പക്ഷെ ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ട്രക്കിൽ വന്ന 1-2 പേര് സോംബീസിന്റെ കടിയൊക്കെ ഏറ്റിട്ടുണ്ട്. എന്നാൽ അന്ന നേഴ്സാണ്, പുള്ളിക്കാരി നല്ല മനുഷ്യത്വമുള്ള സ്ത്രീയുമാണ്. അതുകൊണ്ട് അന്ന പറയാണ് അതൊന്നും സാരമില്ല, അവർക്കൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ മതി, അവരൊക്കെ ഓക്കെ ആയിക്കോളും. സോ ആ ട്രക്കിൽ തന്നെ വന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് സ്റ്റീവ്. ഈ സ്റ്റീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചൊറിയൻ കഥാപാത്രത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആള് വലിയ ഒരു ബിസിനസ്മാൻ ആണ്. പക്ഷെ ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള അഥവാ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണ് സ്റ്റീവ് എന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാങ്ക്. സുന്ദരിയായ ഈ പെൺകുട്ടിയാണ് നിക്കോൾ, ഫ്രാങ്കിന്റെ മകളാണ് നിക്കോൾ. അപ്പൊ ടെറി ചോദിക്കാണ് എന്തെങ്കിലും സഹായം വേണോ എന്ന്. അപ്പൊ നിക്കോൾ പറയാണ് എന്റെ അച്ഛനെ ചെറുതായി കടിയേറ്റിട്ടുണ്ട്, ആ മുറിവ് ഒന്ന് കെട്ടിക്കൊടുക്കണം. പിന്നെ ഇവിടെ ഈ സ്ത്രീയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീക്ക് നല്ല പരിക്കുണ്ട്, അതായത് സോംബീസിന്റെ നല്ല കടി തന്നെ ഈ സ്ത്രീക്ക് ഏറ്റിട്ടുണ്ട്. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അന്ന ആ സ്ത്രീയെ ചികിത്സിക്കുകയാണ്. അപ്പോഴാണ് ടെറി വന്നിട്ട് അന്നയോട് പറഞ്ഞത് ഫ്രാങ്ക് എന്ന അദ്ദേഹത്തിന്റെ കയ്യിലും കടിയേറ്റിട്ടുണ്ട്, ഒന്ന് അദ്ദേഹത്തെ കൂടി നോക്കാമോ. അങ്ങനെ അന്ന ഫ്രാങ്കിനെ നോക്കാനായി ചെന്നു. ആ സമയം ഈ സ്ത്രീ ആണെങ്കിൽ ഭയങ്കര വിചിത്രമായി പെരുമാറാനായി തുടങ്ങി. അതായത് വളരെ ഇന്റൻസീവ് ആയിട്ട് പുള്ളിക്കാരി ശ്വാസം വലിക്കാനായി തുടങ്ങി. അപ്പോൾ ടെറി ചോദിക്കാണ് മിസ് എന്താണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് വെള്ളം എടുക്കട്ടെ. അപ്പോഴേക്കും പുള്ളിക്കാരിയുടെ ശ്വാസം നിന്നു, അതായത് പുള്ളിക്കാരി മരണപ്പെട്ടു. അന്ന വേഗം വാ, ഈ സ്ത്രീ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ടെറി അന്നയെ വിളിച്ചു വരുത്തി. അങ്ങനെ മരണപ്പെട്ട ആ സ്ത്രീയുടെ മുഖത്ത് അന്ന ഒരു തുണി വെച്ച് മറച്ചു. ആർക്കെങ്കിലും ഈ സ്ത്രീയുടെ പേര് അറിയാമോ എന്ന് അന്ന അവരോട് ചോദിച്ചു. ആ സമയം ദാണ്ട മരണപ്പെട്ട ആ സ്ത്രീ എഴുന്നേറ്റിരുന്നു. അതായത് ആ സ്ത്രീ സോംബിയായി മാറിയിട്ടുണ്ട്. എന്നിട്ട് ആ സോംബി അന്നയെ അറ്റാക്ക് ചെയ്യാനായി വന്നു. എന്നാൽ അന്ന കയ്യിൽ കിട്ടിയ ഒരു കുന്തം കൊണ്ട് സോംബിയുടെ തലയിൽ കുത്തിക്കയറ്റി സോംബിയെ കൊന്നു കളഞ്ഞു. അതിനുശേഷം അന്ന മാളിലെ പഴയ ആൾക്കാരോട്, അഥവാ പുതുതായി വന്ന ആൾക്കാരല്ല പഴയ ആൾക്കാരോട് ഈ കാര്യം പറയാണ്. അതായത് ഞാൻ ഒരു നേഴ്സാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് മുറിവ് ചെറുതോ വലുതോ ആവട്ടെ സോംബീസിന്റെ കടിയേറ്റാൽ എന്തായാലും അവര് സോംബിയായി മാറും. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ ആൻഡ്രൂവിന്റെ മുഖം മാറി. ആൻഡ്രൂ ഒന്നും പറയാതെ അവിടുന്ന് പോവുകയാണ്. കാരണം ആൻഡ്രൂവിന്റെ ഭാര്യക്കും സോംബിയുടെ ചെറിയ ഒരു കടിയേറ്റിട്ടുണ്ട്. സോ ഫ്രാങ്ക് എന്ന ആൾക്കും കടിയേറ്റിട്ടുണ്ട്, അത് അവർക്കറിയാം. അപ്പൊ മൈക്കിള് പറയാണ് അദ്ദേഹത്തെ ഇനി ഇവിടെ വെക്കുന്നത് സേഫ് അല്ല. അപ്പൊ എന്ത് ചെയ്യാനാ, കൊന്നു കളയണം എന്ന് മൈക്കിൾ പറഞ്ഞപ്പോൾ അന്ന അതിന് സമ്മതിക്കുന്നില്ല. അന്ന പറയാണ് ചിലപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നിയതാണെങ്കിലോ, എല്ലാവരും സോംബി ആവാൻ സാധ്യതയില്ല, ചിലപ്പോ ഇതൊക്കെ എന്റെ തോന്നലായിരിക്കാം. എന്നാൽ മൈക്കിള് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഫ്രാങ്കിനെ കൊല്ലാനായി പോവുകയാണ്. കെന്ന് അന്നയോട് പറയാണ് അതെ മൈക്കിൾ പറഞ്ഞതാണ് ശരി, റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. അപ്പൊ ആ സമയം അന്ന മൈക്കിളിനോട് പറയാണ് മൈക്കിൾ എങ്ങനെയാണ് അദ്ദേഹത്തെ കൊല്ലുക, അദ്ദേഹത്തിന് ഒരു മകളുണ്ട്, അവൾക്ക് ഇത് സഹിക്കില്ല എന്നൊക്കെ അന്ന മൈക്കിളിനോട് പറയുന്നുണ്ടെങ്കിൽ കൂടി മൈക്കിൾ അതൊന്നും കേൾക്കാതെ ഫ്രാങ്കിനെ കൊല്ലാനായി പോവുകയാണ്. എന്നാൽ അന്ന പെട്ടെന്ന് ഫ്രാങ്കിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് പറയാണ് താങ്കളെ കൊല്ലാനായി മൈക്കിൾ വരുന്നുണ്ട് എന്ന്. അപ്പൊ ഫ്രാങ്ക് ചോദിക്കാണ് മൈക്കിൾ താങ്കൾ എന്തിനാണ് എന്നെ കൊല്ലാൻ വരുന്നത്. അപ്പൊ മൈക്കിൾ പറയാണ് സോറി സർ, നിങ്ങൾ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ സോംബിയായി മാറും, സോംബികളുടെ കടിയേറ്റ് എല്ലാവരും ഉറപ്പായും സോംബീസായി മാറുന്നുണ്ട്, നിങ്ങൾ സോംബിയായാൽ അത് ഞങ്ങൾക്ക് മാത്രമല്ല താങ്കളുടെ സ്വന്തം മകൾക്ക് പോലും അപകടമാണ്, അതുകൊണ്ട് നിങ്ങളെ കൊല്ലാതെ ഞങ്ങൾക്ക് നിവൃത്തിയില്ല എന്നൊക്കെ മൈക്കിൾ ഫ്രാങ്കിനോട് പറഞ്ഞപ്പോൾ ഫ്രാങ്കിന്റെ മകളായ നിക്കോള് സ്വന്തം അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. ഇല്ല, എന്റെ അച്ഛന് ഒന്നും സംഭവിക്കത്തില്ല, എന്റെ അച്ഛൻ സോംബി ആവത്തില്ല. അപ്പൊ ഫ്രാങ്ക് മകളോട് പറയാണ് മോളെ അവർ പറയുന്നതാണ് ശരി, എന്നെ കൊല്ലണം അല്ലെങ്കിൽ അത് നിങ്ങൾക്കും അപകടമാണ്, മോള് കണ്ടതല്ലേ നേരത്തെ എന്താ സംഭവിച്ചത് എന്ന്. ഇവിടെ തോക്കുമായി ആൻഡ്രൂ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്. ഭാര്യ കുട്ടികളുടെ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു കടയിലാണുള്ളത്. അപ്പൊ ആൻഡ്രൂ ഭാര്യ സേഫ് ആണോ എന്ന് നോക്കാനാണ് പോയത്. അപ്പൊ ഭാര്യ ആൻഡ്രൂവിനോട് പറയാണ് ആൻഡ്രൂ എനിക്ക് ഇവിടുന്ന് പ്രസവിക്കാനാവില്ല. അതെന്തേ, എത്ര ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്നല്ലാതെ പ്രസവിച്ചു
പ്രസവിക്കുന്നു, നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആൻഡ്രൂ ഭാര്യയെ കെട്ടിപ്പിടിക്കുകയാണ്. ഇവിടെ അവര് ഫ്രാങ്കിനെ കൊന്നിട്ടില്ല, അതായത് ഫ്രാങ്ക് സോംബി ആവുന്നത് വരെ അവര് ഫ്രാങ്കിന് സമയം കൊടുത്തു, മകളുടെ കൂടെ സമയം ചിലവഴിക്കാൻ വേണ്ടി. ഫ്രാങ്ക് മകളോട് പറയാണ്, മോളെ സമയമായി, ഇനി മോൾക്ക് പോകാം. നിക്കോള് കരഞ്ഞ സങ്കടത്തോടെ തന്റെ അച്ഛനെ വിട്ടു പോവുകയാണ്. ശേഷം കെന്ന് അകത്ത് കയറി അവിടുത്തെ ഷട്ടർ അടച്ചു. ടെറി CCTV നോക്കുമ്പോൾ നിക്കോള് ഒരു സൈഡിൽ പോയി പൊട്ടിക്കരയുന്നത് ടെറി കണ്ടു. സോ ദാ ഇവിടെ ഫ്രാങ്ക് മരിച്ചു, അതായത് ഇപ്പോൾ ഫ്രാങ്ക് സോംബിയായി മാറും. അങ്ങനെ ഫ്രാങ്ക് സോംബി ആയതിനു ശേഷം മാത്രമാണ് കെന്ന് ഫ്രാങ്കിന്റെ തലയിൽ വെടിവെച്ചത്. അതായത് അവർക്ക് മനുഷ്യത്വമുള്ളത് കൊണ്ട് തന്നെ അവര് ഫ്രാങ്കിനെ മാക്സിമം ജീവിക്കാനായി അനുവദിച്ചു. ഓക്കെ, ഇനി അവരൊക്കെ വീണ്ടും സേഫ് ആണ്, അതായത് എല്ലാവരും ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവര് ഇങ്ങനെ അകത്തിരുന്നാൽ എങ്ങനെയാ സമയം പോവാ? അവർക്ക് എന്തെങ്കിലുമായി എന്റർടൈൻമെന്റ് വേണ്ടേ? ഇവിടെ കെൻ അണ്ണനെ ചെസ് കളിക്കുന്നത് കാണാം. ആരുടെ കൂടെയാണെന്ന് അറിയുമോ? അപ്പുറത്തെ ഗൺ ഷോപ്പിന്റെ മുകളിലുള്ള ആൻഡിയുടെ കൂടെയാണ് കെൻ ചെസ് കളിക്കുന്നത്. ബോർഡിൽ ഓരോ മൂവ്സ് എഴുതിയതിനു ശേഷം രണ്ടുപേരും അപ്പുറവും ഇപ്പുറവുമായി കാണിക്കും. അങ്ങനെയാണ് അവര് ചെസ് കളിക്കുന്നത്. പിന്നെ ടെറിയും ഫ്രാങ്കിന്റെ മകളായ നിക്കോളും ഇഷ്ടത്തിലായിട്ടുണ്ട്. ആ മാളിൽ ഒരു ജിം ഉണ്ട്. കെൻ ഇടയ്ക്കിടെ അവിടെ പോയിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ബോറടി മാറ്റാൻ അവര് ചെയ്ത വേറെ കാര്യം കൂടിയുണ്ട്. അതായത് താഴെ ഒരുപാട് സോംബീസ് ഉണ്ട്. അപ്പൊ അവര് ഒരു സോംബിയെ കാണിച്ച് സെലക്ട് ചെയ്യും, എന്നിട്ട് ആ സോംബിയുടെ തലക്ക് ആന്റി വെടിവെക്കണം. അപ്പൊ അവരത് ബോർഡിൽ എഴുതിയിട്ട് ആന്റിക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതൊക്കെ കണ്ട് ഇവന്മാര് ആസ്വദിക്കുകയാണ്. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വെടിവെച്ച് കളിച്ച് ആസ്വദിക്കുന്നത് കണ്ടപ്പോ അന്ന വന്നിട്ട് ചോദിക്കാണ്, നിങ്ങളുടെയൊക്കെ മനസ്സ് എന്തൊരു മനസ്സാണ്, നിങ്ങൾ ആണുങ്ങളെ സമ്മതിക്കണം. അപ്പൊ സ്റ്റീവ് എന്ന ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിസിനസ്സുകാരനായ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള ആളാണ് സ്റ്റീവ്. അപ്പൊ സ്റ്റീവ് അന്നയോട് മോശമായിട്ട് അഥവാ വൾഗറായിട്ട് സംസാരിക്കുകയാണ്. അതേപോലെ അദ്ദേഹം അന്നയോട് പറയാണ്, നീ ഒരിക്കൽ അതേപോലെ സോംബി ആയാൽ ഞാനായിരിക്കും നിന്റെ തല വെടിവെച്ച് പൊട്ടിത്തെറിപ്പിക്കുക. അതിന്റെ ആവശ്യം വരില്ല, താനായിരിക്കും ആദ്യം സോംബി ആവുക. താൻ സോംബി ആയാൽ തന്റെ തല ഞാനായിരിക്കും വെടിവെക്കുക എന്ന് അന്ന സ്റ്റീവിന് മറുപടി കൊടുത്തിട്ട് അവിടുന്ന് പോയി. ഇവിടെ അന്ന ആൻഡ്രൂവിനോട് ലൂഡൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവളെ കണ്ടിട്ട് കുറച്ചായല്ലോ. അപ്പൊ ആൻഡ്രൂ അവള് ഓക്കെയാണ് എന്ന് ഒരു മൂഡില്ലാത്ത പോലെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് പോയി. അപ്പൊ ആൻഡ്രൂയുടെ ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് എന്തോ ഒരു പന്തികേടുള്ളത് പോലെ അന്നക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ കെന്ന് ബോർഡിൽ ഗുഡ് ഷൂട്ടിംഗ് എന്ന് ആൻഡിക്ക് എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. അതായത് കെന്ന് ഏറ്റവും കമ്പനി ആയിട്ടുള്ളത് അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള ആൻഡിയുമായിട്ടാണ്. സോ ഇവിടെ ഇവരെല്ലാവരും ഇരുന്ന് ഇവരുടെ കുടുംബത്തെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. സോ അവരൊക്കെ നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതായത് ആർക്കും ബോറടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെതായ എല്ലാ എന്റർടൈൻമെന്റ്സും അവര് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ അന്ന ചേച്ചിക്കാണെങ്കിൽ മൈക്കിളിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തോട് ചെറിയ ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. സോ അവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയമാണ് പെട്ടെന്ന് കറണ്ട് പോയത്. അപ്പൊ പുറത്തുനിന്ന് ആരോ ജനറേറ്ററിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ജനറേറ്റർ ഓഫായി കറണ്ട് പോയത്. സോ അത് നോക്കാനായി പാർക്കിംഗ് ലോട്ടിലേക്ക് കെന്നും ഗാങ്ങും പോവുകയാണ്. പാർക്കിംഗ് ലോട്ടിലാണ് ജനറേറ്റർ ഉള്ളത്. ഇനി ഗൈസ്, ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി കാണണം. ആൻഡ്രൂവിന്റെ ഗർഭിണിയായ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട്, എന്നാൽ പുള്ളിക്കാരി സോംബി ആവാനായിട്ടുമുണ്ട്. എന്നാൽ ആൻഡ്രൂവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ കുട്ടിയെ ഈ ലോകത്തേക്ക് കൊണ്ടുവരണമെന്നാണ്. സോ സോംബി ആകാനായി പോകുന്ന ഭാര്യയുടെ കൈയും കാലും കെട്ടിയിട്ട് കുഞ്ഞിനെ പ്രസവിപ്പിക്കാനായി പോവുകയാണ് ആൻഡ്രൂ. ഇവിടെ പാർക്കിംഗ് ലോട്ടിലേക്ക് പോയ കെൻ അണ്ണനും ഗാങ്ങും അവിടെ പെട്ടെന്ന് എന്തോ നീങ്ങുന്നതായി കണ്ടു. അവരങ്ങനെ തോക്കും പിടിച്ച് എന്താണ് എന്ന് അത്രയും സൂക്ഷിച്ചു നോക്കാനായി പോകുമ്പോൾ അത് വേറൊന്നുമല്ല, അതൊരു പട്ടിയാണ്. പട്ടിക്ക് നല്ല വിശപ്പുണ്ട്. മൈക്കിള് പറയാണ്, ഈ പട്ടിയെ നമുക്ക് കൂടെ കൂട്ടാം, ഇതിന് നല്ല വിശപ്പുണ്ട്. ആ സമയം ദാണ്ട മുകളിൽ നിന്ന് ഒരു സോംബി ചാടി വന്ന് ബാർട്ടന് സെക്യൂരിറ്റിന്റെ കഴുത്തിൽ തന്നെ കടിച്ചു. പിന്നീട് അവര് കാണുന്നത് അവിടത്തേക്ക് ഒരുപാട് സോംബീസ് കയറി വരുന്നതാണ്. എന്തായാലും ബാർട്ടനെ സോംബീസ് പിടികൂടി കടിച്ച് ബാർട്ടനെയും സോംബി ആക്കിയിട്ടുണ്ട്. സോ കെന്നിന്റെ കയ്യിൽ തോക്കില്ലത് കൊണ്ട് തന്നെ കെന്ന് കണ്ടമാനം വെടിവെച്ച് ആ സോംബീസിനെയൊക്കെ കെന്ന് കൊന്നു കളയുന്നുണ്ട്. അപ്പൊ അവിടെ പെട്രോൾ ഉണ്ട്. സീജ് അതെടുത്ത് സോംബീസിന്റെ മേൽ പെട്രോൾ അടിക്കുകയും ശേഷം തന്റെ കയ്യിലുള്ള ലൈറ്റർ കത്തിച്ച് അവരുടെ മേൽ എറിഞ്ഞ് അവരെ ഒട്ടാകെ കത്തിച്ച് കളയുകയും ചെയ്തു. പിന്നെ ഗൈസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ്രൂവിന്റെ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഭാര്യയുടെ മരണം കണ്ട് ആൻഡ്രൂ സങ്കടത്തോടെ കരയുമ്പോഴാണ് ഭാര്യയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിന്റെ അനക്കം ആൻഡ്രൂവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സമയം ദാ പെട്ടെന്ന് ലൂഡ എഴുന്നേറ്റു, അതായത് പുള്ളിക്കാരി സോംബിയായി മാറി. എന്നാൽ ആൻഡ്രൂ ഭാര്യയുടെ വായ
കെട്ടിയിട്ട് പ്രസവം എടുക്കുകയാണ്. ഇവിടെ അന്ന നോർമ എന്ന സ്ത്രീയോട് പറയാണ്, ഞാൻ ലൂഡയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, ഞാൻ ഒന്ന് അവളെ നോക്കിയിട്ട് വരാം, അവൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ. അപ്പൊ നോർമ പറയാണ്, ഏയ് നീ ഇവിടെ ഇരിക്ക്, ഞാൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ലൂഡയെ നോക്കാനായിട്ട് നോർമ എന്ന സ്ത്രീ പോവുകയാണ്. അപ്പൊ നോർമ പോയപ്പോൾ നോർമ കാണുന്നത് കുഞ്ഞിനെ പിടിച്ചു നിൽക്കുന്ന ആൻഡ്രൂനെയാണ്. പെൺകുട്ടിയാണ് എന്ന് ആൻഡ്രൂ പറഞ്ഞു. പിന്നെ നോർമ ആൻഡ്രൂന്റെ ഭാര്യ ലൂഡ സോംബി ആയത് കണ്ടു. അങ്ങനെ നോർമ തോക്കെടുത്തു. അപ്പൊ ആൻഡ്രൂ പറയാണ്, ഓഹോ, താങ്കൾക്ക് എന്റെ ഭാര്യയെ കൊല്ലാൻ മാത്രം ധൈര്യമുണ്ടോ? എന്റെ കുടുംബമാണ് താങ്കൾ ഇല്ലാതെയാക്കാനായി പോകുന്നത് എന്ന് ആൻഡ്രൂ പറയാണ്. എന്നാൽ അതൊന്നും കേൾക്കാതെ ലൂഡയെ നോർമ വെടിവെച്ച് കൊന്നു. ആ ദേഷ്യത്തിൽ ആൻഡ്രൂ തന്റെ തോക്കെടുത്ത് നോർമയെ വെടിവെക്കുകയാണ്. നോർമ ആൻഡ്രൂവിനെയും വെടിവെച്ചു. അങ്ങനെ അവര് രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും വെടിവെച്ച് രണ്ടുപേരും മരണപ്പെട്ടു. വെടിശബ്ദം കേട്ട് അവര് വേഗം അവിടത്തേക്ക് ഓടിയപ്പോൾ 3 പേരും മരിച്ചു കിടക്കുന്നത് അവര് കണ്ടു. ആൻഡ്രൂവിന്റെ കയ്യിലാണെങ്കിൽ കുഞ്ഞുമുണ്ട്. അന്ന അങ്ങനെ ആ കുഞ്ഞിനെ നോക്കിയപ്പോൾ ആ കുഞ്ഞും സോംബിയാണ്. വേറെ വഴിയില്ല, അന്ന ആ കുഞ്ഞിനെ വെടിവെച്ചു. സോ ഇവരൊക്കെ അതിനുശേഷം സംസാരിക്കുകയാണ്. അവര് പറയാണ്, ഇനി എത്രയെന്ന് വെച്ചാൽ നമ്മൾ ഈ മാളിന്റെ അകത്ത് തന്നെ നിൽക്കുക, നമുക്ക് പുറത്തു പോകണ്ടേ? അപ്പൊ മൈക്കിള് പറയാണ്, എനിക്ക് നന്നായി മെക്കാനിക് പണി അറിയാം, പാർക്കിംഗ് ലോട്ടിലെ 2 ബസ് ഉണ്ട്, അതെനിക്ക് നന്നാക്കി എടുക്കാൻ കഴിയും, അതിന് ചില മോഡിഫിക്കേഷൻ ചെയ്താല് നമുക്ക് ആ ബസ് എടുത്ത് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലുമായി പോകാം. അപ്പൊ ഈ സ്റ്റീവ് എന്ന ചൊറിയൻ ചങ്ങായി പറയാണ്, ഓ, ബസ് എടുത്തിട്ട് നീ എവിടത്തേക്കാ പോക്ക്? എനിക്ക് ഇവിടുന്ന് പോകാൻ ഒരു അവസരം കിട്ടിയാൽ ഞാൻ എന്റെ ബോട്ടുമായി എന്റെ പ്രൈവറ്റ് ഐലൻഡിലേക്ക് പോകും. അപ്പൊ അത് കേട്ടപ്പോ മൈക്കിളിന് അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. നിന്റെ ഐലൻഡിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ സ്റ്റീവിനോട് മൈക്കിൾ ചോദിക്കുകയാണ്. പക്ഷെ സ്റ്റീവ് നമ്മൾ പറഞ്ഞ പോലെ ആള് ഭയങ്കര സെൽഫിഷ് ആണ്, തനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ മതി എന്ന മൈൻഡാണ് പുള്ളിക്ക്. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയ സ്റ്റീവ്, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഐലൻഡിലേക്ക് വരാം എന്ന് പറഞ്ഞ് ഐലൻഡുള്ള ലൊക്കേഷൻ സ്റ്റീവ് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പാർക്കിംഗ് ലോട്ടിലുള്ള 2 ബസ്സുകൾ മൈക്കിളിന്റെ നേതൃത്വത്തിൽ അവര് മോഡിഫൈ ചെയ്യാനായി ആരംഭിച്ചു. അപ്പൊ എന്തിനാണ് മോഡിഫൈ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് സോംബികളെ കടന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ബസ്സിന് അതിന്റേതായ ചില മോഡിഫിക്കേഷൻ നിർബന്ധമാണ്. അല്ലാതെ അവർക്ക് പുറത്ത് കടിച്ച് കീറാൻ നിൽക്കുന്ന സോംബീസിനെ കടന്ന് രക്ഷപ്പെട്ടു പോകാൻ ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഗൈസ്, നേരത്തെ അവർക്ക് ഒരു പട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ? നിക്കോൾ എന്ന പെൺകുട്ടി അഥവാ ടെറിയുടെ ഗേൾഫ്രണ്ട് ആണ് ആ പട്ടിയെ നോക്കുന്നത്. പുള്ളിക്കാരിക്ക് ഇപ്പോ ആ പട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. നിക്കോള് ആ പട്ടിക്ക് ചിപ്സ് എന്ന് പേരും ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ കെൻ 5 ദിവസം കൂടി കഴിഞ്ഞാൽ ബസ്സുകൾ റെഡിയാവുമെന്ന് ബോർഡിൽ എഴുതി ആൻഡിക്ക് കാണിച്ചു കൊടുത്തു. അതായത് ഈ മാളിലുള്ളവര് മാത്രമല്ല രക്ഷപ്പെടാനായിട്ട് പോകുന്നത്, അപ്പുറത്തെ ബിൽഡിങ്ങിലുള്ള ആൻഡിയും അവര് എന്തായാലും രക്ഷപ്പെടുത്താനായി പോകുന്നതാണ്. സോ ഈ സമയം ആൻഡി തിരിച്ച് എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാണ് ബോർഡിൽ എഴുതിയത്. അപ്പൊ മാളിലുള്ളവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ട്, എന്നാൽ ആൻഡി ഒറ്റക്കാണ് മറ്റേ ബിൽഡിങ്ങിൽ. അപ്പൊ ഭക്ഷണമൊന്നും ഇല്ലാതെ ആൻഡി വിശന്ന് അവശനായിട്ടാണ് ഉള്ളത്. സോ എന്ത് സംഭവിച്ചാലും ആൻഡിക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കണമെന്നാണ് കെന്നിന്റെ ഇനിയുള്ള ലക്ഷ്യം. പിന്നെ ഗൈസ്, വേറെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ അന്ന ചേച്ചിക്ക് മൈക്കിളിനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഇഷ്ടം പുള്ളിക്കാരി മൈക്കിളിനോട് പറഞ്ഞു. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുമെന്നും മൈക്കിൾ അന്നയോട് പറയുകയും അവര് രണ്ടുപേരും ഇഷ്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. സോ ആൻഡിക്ക് ഭക്ഷണം എത്തിക്കണം എന്ന് കെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കെന്നിനെ സപ്പോർട്ട് ചെയ്ത് അതെ, അവന് ഭക്ഷണം എത്തിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ ചൊറിയനായ സ്റ്റീവ് മാത്രമാണ് എതിർക്കുന്നത്. പുള്ളിക്ക് തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ സ്റ്റീവ് പറയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ കെന്നണ്ണന് ഒരു ഐഡിയ കിട്ടിയത്. അത് വേറൊന്നുമല്ല, ചിപ്സ് എന്ന പട്ടി വഴി ഭക്ഷണം എത്തിക്കാനാണ്. അപ്പൊ നിക്കോള് എങ്ങനെയും സമ്മതിക്കുന്നില്ല. അപ്പൊ ടെറി നിക്കോളിനോട് പറയാണ്, നിക്കോള് നോക്ക്, സോംബീസിന് പട്ടിയെ വേണ്ട, അവർക്ക് മനുഷ്യരെയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ചിപ്സിന്റെ ദേഹത്ത് അവര് ഭക്ഷണം കെട്ടിവെച്ച് അത് ആൻഡിക്ക് കൊടുക്കാനായി വിട്ടു. ചിപ്സ് അതിലേ പോകുന്ന സമയത്ത് ഈ സോംബീസ് ആ പട്ടിയെ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ദാ അവിടെയുള്ള ഒരു ഡോറ് ചെറുതായി തുറന്ന് ആൻഡി ചിപ്സിനെ അകത്ത് കയറ്റി. എന്നാൽ അപ്പോഴാണ് ഒരു സോംബി ആ ഡോറ് കയറി പിടിച്ചത്. ശേഷം അതിലെ കൂടി എല്ലാ സോംബീസും അകത്തേക്ക് കയറി. അങ്ങനെ അവരുടെ കയ്യിലുള്ള വയർലെസ്സിലെ കൂടി അവര് ആൻഡിയോട് സംസാരിക്കുകയാണ്. ആൻഡി, നീ ഓക്കെ അല്ലെന്ന് ചോദിച്ചപ്പോൾ, ബ്രോ ഞാൻ ഓക്കെ ആണ്, പക്ഷെ എന്നെ ചെറുതായി ഒരു സോംബി കടിച്ചിട്ടുണ്ട് എന്നും ആൻഡി പറയാണ്. അപ്പൊ ആൻഡിക്ക് അറിയത്തില്ല സോംബി ചെറുങ്ങനെ കടിച്ചാൽ പോലും മനുഷ്യർ സോംബിയായി മാറുമെന്ന്. പിന്നെ അവര് കേൾക്കുന്നത് ആരോ ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്നതാണ്. അത് വേറെ ആരുമല്ല, നിക്കോളാണ്. തന്റെ പട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നിക്കോൾ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് പോയത്. അത് വലിയ മണ്ടത്തരം തന്നെയാണ് പുള്ളിക്കാരി ചെയ്തത്. എന്നാൽ പട്ടിയോടുള്ള ഇഷ്ടം കാരണം തന്റെ സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് നിക്കോൾ പുറപ്പെട്ടത്. പക്ഷേ നിക്കോൾ സോംബിയുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അകത്തേക്ക് കയറിയിട്ടുണ്ട്. എന്നിട്ട് വയർലെസ്സിലെ കൂടി നിക്കോൾ പറയാണ്, ഞാൻ സേഫ് ആണ്, ഞാൻ ചിപ്സിനെ കണ്ടെത്തി, ചിപ്സും സേഫ് ആണ്. അപ്പോ മൈക്കിള് നിക്കോളിനോട് ആൻഡി എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോ ദാ ആൻഡി അവിടെ റൂഫ് ടോപ്പിൽ നിന്ന് ബോർഡിൽ
എന്തോ മെസ്സേജ് എഴുതുന്നത് കാണാം. അത് എന്താണ് എന്ന് ബൈനോക്കുലറിലെ കൂടി നോക്കി, ഒന്നുമില്ല, ആന്റി രക്തം കൊണ്ട് വെറുതെ കുത്തി വരച്ചതാണ്. അതായത് ആള് സോംബിയായി മാറിയിട്ടുണ്ട്. അപ്പൊ മൈക്കിൾ പെട്ടെന്ന് നിക്കോളിനോട് പറയാണ്, നിക്കോൾ നീ ആന്റിയുടെ അടുത്തേക്ക് പോകരുത്, അവന് സോംബി ആയിട്ടുണ്ട്, പെട്ടെന്ന് എവിടെങ്കിലും ഒളിച്ചു നിൽക്കും. അപ്പൊ നിക്കോൾ നിലവിളിക്കുന്നത് അവര് കേട്ടു. അതായത് ആന്റി സോംബി ആയിട്ട് നിക്കോളിനെ അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ട്. പിന്നീട് അവർക്ക് നിക്കോളിന്റെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അതായത് വയർലെസ് എവിടെയോ നിലത്ത് വീണിട്ടുണ്ട്. അങ്ങനെ അവര് ആന്റിയുടെ ബിൽഡിങ്ങിൽ ചെന്ന് അവിടുന്ന് നിക്കോളിനെ രക്ഷിക്കാനായി തീരുമാനിച്ചു. പക്ഷെ ഇപ്പോഴും സ്റ്റീവ് പറയാണ്, ഞാൻ വരത്തില്ല, അവൾ ചത്തു എന്നൊക്കെ. അപ്പൊ മൈക്കിൾ പറയാണ്, എന്നാ ശരി നീ വരേണ്ട, പക്ഷേ നീ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യണം, ഈ ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കണം, ഞങ്ങൾ തിരിച്ചു വന്നാൽ ഈ ഡോറ് നീ ഞങ്ങൾക്ക് തുറന്നു തരണം. സ്റ്റീവ് ഓക്കെ പറഞ്ഞു. സോ ഇവിടെ കെന്ന്, മൈക്കിള്, സീജു ഒക്കെ സോംബീസിനെ വമ്പൻ വെടിവെപ്പാണ്. അതായത് ഈ ഒരു ഒറ്റ സീനിൽ അവർ എത്ര സോംബീസിനെ കൊന്നു എന്ന് ഒരു എണ്ണവും കണക്കുമില്ല. അങ്ങനെ കണ്ടമാനം വെടിവെപ്പാണ്. എന്തായാലും ഫൈനലി അവര് ആന്റിയുടെ ബിൽഡിങ്ങിൽ കയറി. സോ ഗൺ ഷോപ്പാണ്. അവിടുന്ന് ഒരുപാട് ഗൺസും ബുള്ളറ്റ്സും ഒക്കെ അവര് എടുത്ത് കൈവശം വെക്കുന്നുമുണ്ട്. കാരണം എല്ലാം ഇനി ആവശ്യം വരും. ഇതുപോലെ തിരിച്ചു മാളിലേക്ക് തന്നെ പോകേണ്ടതല്ലേ. സോ ഇവിടെ ദാ ആന്റി ആ കതക് അടിച്ചു തുറക്കാനായി നോക്കുന്നത് കാണാം. കാരണം അതിന്റെ അകത്താണ് നിക്കോളും ചിപ്സും ഉള്ളത്. അങ്ങനെ സോംബിയായി ആന്റിയെ കെന്ന് വെടിവെച്ച് കൊന്നു. ശേഷം ആ കതക് തുറന്നപ്പോൾ അവിടെ നിക്കോളും ചിപ്സും സേഫ് ആണ്. ഇനി അവർക്ക് അവിടുന്ന് തിരിച്ചു പോകണം. നമ്മുടെ സി.ജെ അണ്ണന് ഒരു ഉഗ്രൻ ഐഡിയ കിട്ടി. അതായത് ഇങ്ങേര് കത്തിക്കലിന്റെ ആളാണ്. നേരത്തെ സി.ജെ പെട്രോൾ ഒഴിച്ച് സോംബീസിനെ കത്തിച്ചു. ഇപ്രാവശ്യം ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് സി.ജെ സോംബീസിന്റെ അടുത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ആ സിലിണ്ടറിൽ ഷൂട്ട് ചെയ്ത് സോംബീസിനെ ഒക്കെ കത്തിക്കുകയാണ്. അങ്ങനെ അവര് അകത്തേക്ക് കയറാനായി പോകുമ്പോൾ അവരുടെ പിന്നാലെ വീണ്ടും ഒരുപാട് സോംബീസ് വരുന്നുണ്ട്. അതിനൊക്കെ സി.ജെയും കെന്നും ഷൂട്ട് ചെയ്യുന്നുമുണ്ട്. ഫൈനലി ഡോറിന്റെ അവിടെ എത്തി സ്റ്റീവിനോട് ഡോർ തുറക്കാൻ പറഞ്ഞപ്പോൾ അവിടെ സ്റ്റീവില്ല. ആ ചൊറിയൻ ഇവരെ ചതിച്ചു. എന്നാൽ അന്ന പെട്ടെന്ന് വന്ന് ആ കതക് തുറന്നു കൊടുത്തു. സോംബീസിനെയൊക്കെ കൊന്ന് അവര് വീണ്ടും മാളിന്റെ അകത്തേക്ക് കയറി. എന്നിട്ട് അവര് വേഗം ഓടിപ്പോയത് പാർക്കിങ്ങിലേക്കാണ്, അവരുടെ 2 ബസ്സുകൾ എടുക്കാൻ വേണ്ടി. മൈക്കിൾ സ്റ്റീവിനെ തെറി പറയാണ്, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന്. സോ ഗൈസ് ഇത് രണ്ടുമാണ് അവര് മോഡിഫൈ ചെയ്തെടുത്ത 2 ബസ്സുകൾ. അങ്ങനെ അതുമായി അവര് പുറത്തെത്തി. ഇതാണ് അവസ്ഥ. സോംബികളുടെ എണ്ണം കണ്ടോ. അതായത് ആ നാട്ടിലെ എല്ലാ മനുഷ്യരും സോംബീസ് ആയിട്ടുണ്ട്. ഒരാൾ പോലും ബാക്കിയില്ല. ആകെ ബാക്കിയുള്ളത് ഈ 2 ബസ്സിലുള്ള ആൾക്കാരും മാത്രമാണ്. എന്തായാലും അവര് ആ സ്ഥലത്ത് നിന്ന് സോംബീസിനൊക്കെ എങ്ങനെയൊക്കെയോ വെടിവെച്ച് കൊന്നിട്ടും സി.ജെ സിലിണ്ടർ എറിഞ്ഞ് പൊട്ടിത്തെറിപ്പിച്ചിട്ടൊക്കെ അവര് എങ്ങനെയൊക്കെയോ ഒരുവിധം ആ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. സോ ഇവിടെ അവരുടെ ഒരു ബസ്സിന്റെ പിന്നിലാണെങ്കിൽ ഒരു സോംബി തൂങ്ങി പിടിച്ചു നിൽക്കുന്നുണ്ട്. ബസ് ഓടിക്കുന്ന കെന്ന് പെട്ടെന്ന് അത് തിരിഞ്ഞു നോക്കിയപ്പോൾ കെന്നിന്റെ കൺട്രോൾ വിട്ട് ബസ് മറിഞ്ഞു പോവുകയാണ്. ഇനി അവരെല്ലാവരും പെട്ടെന്ന് മറ്റേ ബസ്സിലേക്ക് കയറണം. മൈക്കിളാണ് മറ്റേ ബസ് ഓടിക്കുന്നത്. സോ അവർക്ക് കയറാനായി മൈക്കിൾ ആ ബസ് നിർത്തി. സോ സ്റ്റീവ് എഴുന്നേറ്റ് പോകുമ്പോൾ കെന്ന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാനായി പറയുന്നുണ്ട്. എന്നാൽ സെൽഫിഷ് ആയ സ്റ്റീവ് സ്വന്തം കാര്യം നോക്കി ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി മറ്റേ ബസ്സിലേക്ക് കയറാനായി പോവുകയാണ്. എന്നാൽ നമ്മൾ നേരത്തെ ഈ ബസ്സിന്റെ പിന്നിൽ ഒരു സോംബി തൂങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ സോംബി നമ്മുടെ സ്റ്റീവ് അണ്ണനെ പിടിച്ച് കടിച്ച് പറിച്ച് തിന്നുകയാണ്. അപ്പൊ ഇവരൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്റ്റീവ് അണ്ണൻ അവിടെ സോംബിയായി നിൽക്കുന്നു. അന്ന കെന്നിനോട് പറയാണ്, വേണ്ട, അവനെ താൻ കൊല്ലേണ്ട, ഇത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് സ്റ്റീവിന്റെ തലക്കിട്ട് ഒരു വെടിവെച്ച് അന്ന സ്റ്റീവിനെ കൊന്നു കളഞ്ഞു. അന്ന നേരത്തെ സ്റ്റീവിനോട് പറഞ്ഞതാണ്, നീ സോംബി ആയാല് നിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന്. അതേപോലെ തന്നെ നടന്നു. പക്ഷെ ഇവിടെ വീണ്ടും ഒരുപാട് സോംബീസ് അവരെ അറ്റാക്ക് ചെയ്യാനായി വന്നു. അവരെയൊക്കെ സി.ജെ, മൈക്കിള്, കെന്ന് അവരൊക്കെ കൂടി വെടിവെക്കുന്നുമുണ്ട്. അവരെങ്ങനെയൊക്കെയോ ബസ്സിൽ കയറി അവര് ആ സ്ഥലത്തുനിന്ന് വിട്ടു. ഇവിടെ അവർ ഐലൻഡിലേക്ക് പോകാനായി ബോട്ടുള്ള സ്ഥലത്തെത്തി. ഇവിടെ നിന്നാണ് അവര് ബോട്ട് എടുത്തിട്ട് സ്റ്റീവ് പറഞ്ഞ ഐലൻഡിലേക്ക് പോകേണ്ടത്. അങ്ങനെ അവര് ബസ്സിൽ നിന്ന് ഇറങ്ങി ബോട്ടിലേക്ക് ഓടിച്ചെന്ന് കയറാനായി പോവുകയാണ്. എന്നാൽ അവിടെ വീണ്ടും ഒരുപാട് സോംബീസ് വരുന്നുണ്ട്. സി.ജെ അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങാതെ അവരൊക്കെ വെടിവെച്ച് ഇടുകയാണ്. എന്നാൽ പിന്നീട് സോംബീസ് സി.ജെയെ ബസ്സിന്റെ അകത്തേക്ക് തള്ളിയിട്ട് അവരൊക്കെ ബസ്സിന്റെ അകത്തേക്ക് കയറുകയാണ്. എന്നിട്ടും സി.ജെ നിർത്താതെ കണ്ടമാനം വെടിവെച്ച് ഈ സോംബീസിനെ കൊല്ലുന്നുണ്ട്. പക്ഷെ കാര്യമില്ല, സോംബീസ് സി.ജെയെ കടിച്ചു. അങ്ങനെ സി.ജെക്ക് മനസ്സിലായി താനും സോംബി ആവാനായി പോവുകയാണ് എന്ന്. അങ്ങനെ സ്വയം കയ്യിലുള്ള ബോംബ് പൊട്ടിച്ച് സി.ജെ ആത്മഹത്യ ചെയ്ത് തന്നെ കൊണ്ട് ആവുന്നതുപോലെ ഒരുപാട് സോംബീസിനെ കൊന്നു കളഞ്ഞു. അതായത് നമ്മുടെ സി.ജെയും ഇപ്പോൾ മരണപ്പെട്ടു. കഥയുടെ അവസാനം ആകെ 4 പേരും മാത്രമാണ് ബോട്ടിൽ കയറിയത്. അന്ന, കെന്ന്, ടെറിയും ഗേൾഫ്രണ്ട് ആയ നിക്കോളും, പിന്നെ പുള്ളിക്കാരുടെ പട്ടിയും. മൈക്കിള് കയറിയിട്ടില്ല. മൈക്കിള് പറയാണ്, ഞാൻ വരുന്നില്ല, എനിക്ക് സോംബിയുടെ കടിയേറ്റിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് മൈക്കിളിന്റെ കയ്യിൽ സോംബി കടിച്ചതായി കാണാം, നിങ്ങൾ പോയി രക്ഷപ്പെട്. അപ്പൊ അന്ന കരഞ്ഞുകൊണ്ട് മൈക്കിളിനോട് പറയാണ്, പ്ലീസ് എന്നോട് ഇത് ചെയ്യരുത് എന്നൊക്കെ. അപ്പൊ മൈക്കിള് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അന്നയുടെ
കയ്യിൽ ഒരു കിസ്സും കൊടുത്ത് അന്നയുടെ കൈവിട്ടു. അതായത് മൈക്കിളും സോംബിയായി. അങ്ങനെ കഥയുടെ അവസാനം മൈക്കിള് തന്റെ കയ്യിലുള്ള തോക്ക് കൊണ്ട് സ്വയം വെടിവെച്ച് മരിക്കുന്നത് കാണാം. പിന്നെ ഗൈസ് ഈ 4 പേര് ഐലൻഡിലെത്തി. അപ്പൊ അവരെങ്കിലും സേഫ് ആവും എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നോ ഗൈസ്, ദ ഐലൻഡിൽ ഒരുപാട് സോംബീസ് ഉണ്ട്. അതായത് അവിടെയും സേഫ് അല്ല. അങ്ങനെ സോംബീസ് അവരെ 4 പേരും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ കഥയിൽ ഒരാൾ പോലും അതിജീവിച്ചിട്ടില്ല. എല്ലാവരും സോംബീസ് ആയിട്ടുണ്ട്. അതിൽ ചിലർ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഥയുടെ റൈറ്റർ വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ 4 പേര് മാത്രമായിട്ട് രക്ഷപ്പെടേണ്ട. സോ ഇതാണ് ഡോൺ ഓഫ് ദി ഡെഡ് എന്ന സിനിമയുടെ കഥ. കഥ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.